എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇപ്പോൾ വേനൽക്കാലത്ത് എനിക്ക് 2 ഗണപതി നാരങ്ങ കിട്ടി. ഇത് വെച്ചിട്ട് നമുക്ക് വർഷങ്ങളോളം കേടുകൂടാതിരിക്കുന്ന ഒരു അച്ചാർ എന്ന് പറഞ്ഞാൽ അതിൽ ജലാംശം ഒന്നും ഉണ്ടാകില്ല. ഒരു പ്രത്യേക രീതിയിലാണ് അത് തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് വരും കേട്ടോ. ആദ്യം നമ്മളിത് മുറിച്ചിട്ട് നീരെടുക്കുകയാണ് വേണ്ടത്. അത് നമുക്കൊന്ന് ചെയ്യാം. നമുക്ക് ഇതേപോലെ വെച്ചൊന്ന് നീര് പിഴിഞ്ഞെടുക്കാം. കണ്ടോ, ഇതേപോലെ ഉണ്ടാവും നീരെടുത്ത് കഴിയുമ്പോൾ. ഈ നാരങ്ങയിൽ ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു നാരങ്ങയാണ്. നമ്മൾ പനിയും ജലദോഷവും ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് വായിക്ക് വലിയ രുചിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ സമയത്ത് നമ്മളിത് കഴിക്കുകയാണെങ്കിൽ വായിക്ക് നല്ല രുചിയുമാണ്, നല്ല ആരോഗ്യം കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഒരു സ്പെഷ്യൽ അച്ചാർ തയ്യാറാക്കി വെക്കുന്നത്. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ, പുറത്ത് വെച്ചിരുന്നാൽ മതി. നമ്മൾ ഇങ്ങനെ പിഴിഞ്ഞത് കണ്ടോ, അതിൽ വിതയൊന്നും ഇല്ലാതെ തന്നെ അതിൻ്റെ ജ്യൂസ് വന്നിട്ടുണ്ട്. ഇനി ഈ തോല് നമുക്ക് ചെറുതായി ഒന്ന് ആദ്യം നുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. ചെറുതായിട്ട് നുറുക്കിയെടുക്കാം, നമ്മൾ ഇഷ്ടമുള്ള പോലെ. പിഴിഞ്ഞെടുത്ത് ആ നാരങ്ങയുടെ നീരാണ്. ഒരു 250 ഗ്രാം നമ്മൾ പിഴിഞ്ഞെടുത്ത നാരങ്ങയാണ് ഇതായത്. ഇതൊരു 250 ഗ്രാം ഉണ്ട്. ഇതിലേക്ക് നമുക്കൊരു 30 ഗ്രാം ഉപ്പിട്ട് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. നിങ്ങൾ വാങ്ങണതാണെങ്കിൽ ഇത്ര ഇടണ്ട, അല്പം കുറച്ചിട്ടുള്ളൂ. നന്നായി നമുക്കൊന്ന് ഇളക്കാം. നന്നായി ഇളക്കി കഴിഞ്ഞു. ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങ നീര് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് വയ്ക്കുക. കണ്ടോ, എന്നിട്ട് വീണ്ടും അതേപോലെ നന്നായി നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇത് തയ്യാറാക്കുമ്പോൾ എപ്പോഴും കണ്ണാടി പാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ലേ. ഇനി ഇങ്ങനെ ഒരു 2 ദിവസം വെക്കുക. വെച്ചതിന് ശേഷം ഒരാഴ്ചയോളം നമ്മൾ വെയിലിൽ കൊണ്ടുവച്ച് നന്നായി ഉണക്കിയെടുക്കുകയാണ് വേണ്ടത്. എരിവ് വേണം എന്നുള്ളവർ ഈ സമയത്ത് തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ ഇടുന്നില്ല. നാളെ കഴിയുമ്പോഴേക്കും നന്നായി കുറച്ചും കൂടി ജലാംശമൊക്കെ വരും. അപ്പം നമ്മൾ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരല്പം ഉപ്പ് മുന്നിൽ നിൽക്കണം, എന്നാലേ ഇത് കേടുകൂടാതെ വർഷങ്ങളോളം ഇരിക്കുകയുള്ളൂ. നമ്മൾ ഒഴിച്ചിരുന്ന നാരങ്ങ നീരെല്ലാം ഈ നാരങ്ങയിൽ പിടിച്ചു കഴിഞ്ഞു. ഇതാ കണ്ട, ഉപ്പും നന്നായി പിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വെയിലിൽ വെച്ച് നന്നായി ഉണക്കിയെടുക്കാം. നാരങ്ങ വെയിലിൽ വെച്ച് ഉണക്കിയപ്പോൾ ഇതാ ഉണ്ടാവും, ഇതേപോലെയാണ് ഇരിക്കുക. അതായത് പിന്നെ ഈ നാരങ്ങയിൽ ഒരു കഷ്ണം നമ്മൾക്ക് ഈ യാത്രയൊക്കെ പോകുന്ന സമയത്ത് പലർക്കും ഛർദ്ദിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അങ്ങനെയുള്ളവർ ഇതേപോലെ ഒരു നാരങ്ങ കഷ്ണം വായിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഛർദ്ദിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവില്ല, ഛർദ്ദിൽ തന്നെ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഈ നാരങ്ങ അതിനും കൂടി ഉപയോഗിക്കും കേട്ടോ. ഇനി ഇത് നമ്മൾക്ക് ഇപ്പം ഇത്തിരി ഈ മഞ്ഞ കളറിലൊക്കെ ഇരിക്കണേ. ഇതൊരു വർഷകാലമൊക്കെ ആകുമ്പോൾ 2 വർഷമൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് അല്പം നല്ല പോലെ കറുത്താണ് ഇരിക്കുക ആ സമയത്ത്. അപ്പം നിങ്ങളതൊന്നും കറുത്തല്ലോ കേടായി എന്ന് വിചാരിച്ച് നമ്മൾ എടുത്ത് കളയൊന്നും വേണ്ട. ആ കറുക്കും തോറും കുറച്ചും കൂടി ഒരു നനവ് ഇതിലേക്ക് ഉണ്ടാവും എന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അതിനുശേഷവും നമുക്ക് കാലങ്ങളോളം ഇത് ഉപയോഗിക്കാം. അപ്പം എല്ലാവരും ഈ നാരങ്ങ ഇതേപോലെ തയ്യാറാക്കി വയ്ക്കുക. അപ്പോൾ എല്ലാവരും ഇതേപോലെ നാരങ്ങ തയ്യാറാക്കി നോക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.